ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ നടുവിൽ ഞാൻ ആയിരിക്കാൻ കർത്താവ് അനുവദിച്ചു. ഞാനത് പറയുമ്പോ ഞാൻ ആ വാക്കുകൾ വളരെ മീനിങ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇന്നലെ സന്ധ്യയ്ക്ക് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വളരെ പ്രയാസകരമായ ഒരു അനുഭവത്തിൽ കൂടെ പോയി. എന്റെ കുറെ വർഷങ്ങളായി ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്തിട്ടില്ല. ഞാനൊരു ചെറിയ റോഡിൽ നിന്ന് ഒരു മെയിൻ റോഡിലേക്ക് വണ്ടി എടുത്തതാണ്. ഞാൻ നോക്കിയാണ് എടുത്തത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. വണ്ടി ഒന്നും വരുന്നത് ഞാൻ കണ്ടില്ല. പക്ഷെ ഞാൻ എടുത്ത ആ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഒരു വലിയ ട്രക്ക് എവിടെ നിന്ന് പാഞ്ഞു വന്നു എന്ന് എനിക്കറിയില്ല. ഒരു വലിയ ട്രക്ക് പാഞ്ഞു വന്നു. ഞാൻ ബ്രേക്ക് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്തെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ തലനാരിഴ വ്യത്യാസത്തിന് അത് ഇടിച്ചിരുന്നെങ്കിൽ ഞാൻ ഇരിക്കുന്ന ഭാഗമാണ് ഇടിച്ച് തകരപ്പെടുന്നത്. അത്രയും പ്രയാസകരമായ, എല്ലാവരും ഞെട്ടിപ്പോയി. ചുറ്റുമുള്ള വണ്ടികളെല്ലാം സ്റ്റോപ്പ് ചെയ്തു. ആ ട്രക്കിലെ മനുഷ്യനും ഇറങ്ങി താഴെ വന്ന് നോക്കി എന്തെങ്കിലും സംഭവിച്ചോ. അത്രമാത്രം പ്രയാസകരമായ ഒരു അനുഭവത്തിൽ കൂടെ പോയി. ഒരു പക്ഷേ 29th ഏപ്രിൽ ഒരു ചില കാര്യങ്ങളൊക്കെ ഓർക്കാനുള്ള ഒരു ദിവസമായി മാറാമായിരുന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവം വിടുവിച്ചു. നിങ്ങളുടെ നടുവിൽ ഇന്ന് കൊണ്ടുവന്ന് ഇരുത്തി. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ ഓർത്തു, ആയുസ്സിൽ ഒരു പുതിയ ദിവസം കൂടെ കർത്താവ് ഭൂമിയിൽ തന്നു. ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. രണ്ട് കാരണങ്ങളുണ്ട് ദൈവം നമ്മളെ ജീവനോടെ വെച്ചിരിക്കുന്നതിന്റെ പിന്നിൽ. ഒന്ന്, നമ്മുടെ വേല തികഞ്ഞില്ല. രണ്ട്, അങ്ങ് വിളിക്കത്തക്കവണ്ണമുള്ള പൂർണ്ണതയിൽ എത്തിയില്ല. അതുകൊണ്ടാ വിളിക്കാഞ്ഞത്. കർത്താവ് സൂക്ഷിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാ. ഈ ഒരാഴ്ചത്തെ ഗ്യാപ്പിനിടയിൽ ഇത് രണ്ടാമത്തെ അനുഭവമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ വെനസ്ഡേ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്തും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി. അത് പാർക്ക് ചെയ്തിടത്തുനിന്ന് എടുത്തപ്പോഴാണ്. ഞാൻ ഓടിക്കുന്ന ഒരു ഹൈബ്രിഡ് വാഹനമാണ്. അപ്പൊ അത് ഹസാർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച രക്ഷപ്പെട്ടതേ ഉള്ളൂ. ഈ ആഴ്ച വീണ്ടും ഇത് ആവർത്തിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ആ വിഷയം പ്രാർത്ഥിക്കേണ്ടുന്ന വിഷയമാണ്. അതുകൊണ്ട് ഞാൻ ദൈവമക്കളോട് പങ്കുവയ്ക്കുകയാണ്. ദൈവം സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം. കാരണം ഈ ദേശത്ത് വന്നതിന് ശേഷം ധാരാളം പേരെ സ്പർശിക്കുവാൻ, വചനത്തിലൂടെ പലവിധമായിട്ടുള്ള ശുശ്രൂഷകളോടൊക്കെ സ്പർശിക്കാൻ കർത്താവ് ഇടയാക്കി. ധാരാളം പേർ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. ഞാൻ അതുകൊണ്ട് നിങ്ങളിൽ ഒട്ടുമിക്കാലും ആയവർക്ക് എന്നെ അറിയാം എന്നെനിക്ക് തോന്നുന്നു. എന്നെ പേഴ്സണലി അറിയാവുന്നവരും ധാരാളം പേര് ഇതിന്റെ നടുവിലുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയെ ചോദിക്കുന്നു. എപ്പോഴെങ്കിലും എൻ്റെ മുഖം ഓർക്കുമ്പോൾ കർത്താവിന് സ്തോത്രം ചെയ്യുകയും ഏൽപ്പിച്ചതൊക്കെ തികച്ച് മടങ്ങിപ്പോകുവാനുള്ള കൃപ കർത്താവ് തരികയും ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ഒരു പ്രാവശ്യം കൂടെ. എനിക്ക് കർത്താവിന്റെ ദാസ്യം, ഞങ്ങള് ഒത്തിരി പെട്ടെന്ന് ഇങ്ങനെ സ്പിരിറ്റിൽ ഭയങ്കരമായിട്ടും സിങ്ക് ചെയ്യുന്ന ആൾക്കാരാ ഞാനും സിസ്റ്റർ ടിജി. ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ ഞാൻ ലിങ്ക് കണ്ടപ്പോൾ ഓർത്ത്, വൺസ് അഗെയിൻ ഒരിക്കൽ കൂടെ ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരം തന്നു. ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. എല്ലാറ്റിനേക്കാളും ഉപരി സൂസനാൻറ്റി പല പ്രാവശ്യം ആൻറ്റി സമയമില്ല, എനിക്ക് ഡ്യൂട്ടിയാ, സമയമില്ല എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഡ്യൂട്ടിയാണെന്നൊക്കെ പറഞ്ഞാലും ആൻറ്റി ഒരു മടിയില്ലാതെ വീണ്ടും ക്ഷമയോടെ എന്നെ ക്ഷണിക്കുന്നു. അവസരം തന്നതിന് ഒത്തിരി സന്തോഷം ആൻറ്റി. ഒരു പ്രാവശ്യം നിങ്ങളുടെ നടുവിൽ കടന്നു വരുന്നത് എനിക്ക് എപ്പോഴും സന്തോഷമാ. ഒരിക്കൽ കൂടെ വരാൻ കർത്താവ് സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഓർക്കുകയായിരുന്നു, ഒരു പക്ഷേ ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പക്ഷെ എന്നെ ഓർത്ത് ഷീജ സിസ്റ്റർ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയേണ്ട ഒരു ദിവസമാണ്. പക്ഷെ കർത്താവ് അത് അനുവദിക്കാതെ എന്നെ ജീവനോടെ നിങ്ങളുടെ നടുവിൽ കൊണ്ടുവന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കുമാറാകണം.
എന്റെ വോയിസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല, ബിക്കോസ് ഇങ്ങനെ നെറ്റ്വർക്ക് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി ആരുടെയോ മെസ്സേജ് വന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ, ഫൈൻ. ഉണ്ട്, ചിലർക്ക് ഉണ്ട് ഇവിടെ വന്നായിരുന്നു, ക്ലിയർ ആവുന്നില്ലേ? ഹുസ്നാൻഡി ഓക്കെ ആണോ? ഞാൻ എന്റെ വീഡിയോ ഓഫ് ചെയ്യണോ? ആദ്യം വീഡിയോ കട്ടായിട്ടിരിക്കുവായിരുന്നു, വോയിസ് കട്ടായില്ല, വീഡിയോസ് കട്ടായിരുന്നു. കുഴപ്പമില്ല, കൊടുക്കും. ഓക്കെ, ഫൈൻ. ഓക്കെ, പിന്നെ ഇതിപ്പോ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാം. വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കാം. കാരണം ദൈവത്തിന്റെ വചനം ആന്റി ഓർമ്മിപ്പിച്ചതുപോലെ ജീവനും ചൈതന്യവുമുള്ള വചനമാ. അതിന് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു സ്ഥലവും ഇല്ല, ഒരു സ്ഥലവുമില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ വചനത്തിന്റെ ശക്തി അനുഭവിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ മുമ്പിലായിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിത്യതയുമായി ബന്ധപ്പെട്ട് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ എല്ലാ മഹത്വവും അങ്ങ് മാത്രം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വാക്കുകൾ തരണം, അങ്ങേക്ക് ഹിതമുള്ളതെല്ലാം പറയണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശുശ്രൂഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ വചനം കേൾക്കുന്ന, ഒരുമിച്ച് ഞങ്ങൾ പ്രാപിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരും. വചനത്തിലൂടെ എന്തെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ അങ്ങേക്ക് ആഗ്രഹമുണ്ടോ അതെല്ലാം ഇന്നും ചെയ്തെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു ഭാഗത്തേക്ക് പോകാം. ജോബ് ചാപ്റ്റർ 38 വേഴ്സ് 14. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ആരെങ്കിലും ശബ്ദമുയർത്തി വായിക്കുന്നുവെങ്കിൽ 13, 14 വാക്യങ്ങൾ ചേർത്ത് വായിച്ചിട്ട്. ജോബ് ചാപ്റ്റർ 38. നിന്റെ ജീവകാലത്ത് ഒരിക്കലെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും അരുണോദയത്തിന് സ്ഥലം ആദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ? അത് മുദ്രയ്ക്ക് കീഴിലെ അരക്കുപോലെ മാറുന്നു, വസ്ത്രം പോലെ ആസകലം വിളങ്ങി നിൽക്കുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, ഇയ്യോബിന്റെ പുസ്തകമാണ് വേദപുസ്തകത്തിൽ ആദ്യമായി എഴുതപ്പെട്ട പുസ്തകം. ആ പുസ്തകത്തിനകത്ത് നിന്ന് ഇന്നും അനേക വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു പുസ്തകമാണ്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടും ഇപ്പോഴും ആ വചനങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇയ്യോബിന്റെ അടുക്കൽ വന്നു നിന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന, വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ അടുത്തിരിക്കുമ്പോൾ, ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ, മനസ്സാകെ ഉടഞ്ഞ് തകർന്നിരിക്കുമ്പോൾ, എനിക്കങ്ങ് അവസാനിച്ചു പോയാൽ മതിയെന്ന് പോലും തോന്നുന്ന വിധത്തിൽ തൻ്റെ ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, ഇയ്യോബിന്റെ ഹൃദയത്തിനകത്ത് പൊങ്ങി വന്ന ധാരാളം ചോദ്യങ്ങൾ, ധാരാളം സംശയങ്ങൾ, അതിന്റെ എല്ലാം നടുവിൽ ദൈവം ഇറങ്ങി വന്ന് നിന്ന് ഇയ്യോബിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം തന്റെ ചോദ്യങ്ങളുടെ കെട്ടഴിച്ചു വിട്ടപ്പോൾ പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറെ അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. 38, 39, 40, 41 നിരന്ന് കിടക്കുകയാണ്.
ഇതെല്ലാം കേട്ട് കർത്താവിന്റെ ദാസൻ 42-ാം അധ്യായത്തിലേക്ക് വന്നപ്പോ പറഞ്ഞു, ഇതെന്റെ ഒരു ഇമാജിനേഷനാ, 2 ചെവിയും പൊത്തിപ്പിടിച്ചു നിന്ന് അദ്ദേഹം പറഞ്ഞു കാണും, മതി 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 മതി, ഹല്ലേലൂയ, എന്റെ ദൈവമേ, അങ്ങയ്ക്ക് സകലതും കഴിയുമെന്നും അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്ന് അദ്ദേഹം വിളിച്ചു പറയുകയാണ്. ഇന്നും നമുക്ക് ഒരുമിച്ച് ഇന്ന് നമ്മുടെ ആരാധനയുടെ നടുവിലും ഇതേ വാക്കുകൾ, പ്രാർത്ഥനയുടെ നടുവിലും അതേ വാചകങ്ങൾ വീണ്ടും വീണ്ടും കർത്തൃദാസി ഉച്ചരിക്കുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പറയാം, കർത്താവേ, അങ്ങയ്ക്ക് സകലതും കഴിയുമെന്നും അങ്ങയുടെ ഉദ്ദേശങ്ങൾ ഒന്നും, ഹല്ലേലൂയ, എന്റെ തലമുറയെ കുറിച്ചുള്ളത്, എന്നെ കുറിച്ചുള്ളത്, ശുശ്രൂഷയെ കുറിച്ചുള്ളത്, എന്റെ ജീവിതത്തെ കുറിച്ചുള്ളത്, ഹല്ലേലൂയ, ഒന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, അങ്ങയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയവുമില്ലെന്ന് ഞാൻ അറിയുന്നു എന്ന് ഇയ്യോബ് വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ഈ ചോദ്യങ്ങളുടെ തുടക്കം നമുക്ക് 38-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയുമില്ലേ? അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളി ചെയ്തത് എന്തെന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ നടുവിൽ ദൈവമക്കളോട് ഒരു ദൂത് ഞാൻ പറയാം. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ഭയങ്കര ചുഴലിക്കാറ്റാണ്. ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ ഏരിയയെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെയുള്ള എല്ലാത്തിനെയും ചുഴറ്റി അടിച്ചെടുത്ത് ആ കാറ്റിന് എന്തെല്ലാം ചെയ്യാനായിട്ട് അതിന് പറ്റുമോ അതെല്ലാം ചെയ്തെടുക്കുന്ന ഒരു അനുഭവം. ഒന്നിനും തറയെ നിർത്തത്തില്ല. അല്ലെങ്കിൽ അത് വൃക്ഷമാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും ഇനി അമ്പരചുംബികളായ കെട്ടിടങ്ങളാണെങ്കിലും എന്ത് തന്നെ ആയിരുന്നെങ്കിലും അതിനെയെല്ലാം ചുഴറ്റി തകർത്ത് അടിച്ചു കളയുവാൻ കഴിയുന്ന ഒരു കാറ്റാണ് ചുഴലിക്കാറ്റ്. ഇവിടെ പുറത്തു നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് ഇയ്യോബിന്റെ ചുറ്റും ഭയങ്കര ചുഴലിക്കാറ്റ്. അവരോർക്കും, ഒരുപക്ഷെ ഇയ്യോബിന്റെ സ്നേഹിതന്മാർ ചിന്തിക്കും, ഭാര്യ ചിന്തിക്കും, ഇയ്യോബിന്റെ നാട്ടുകാർ ചിന്തിക്കും, ദൈവമേ, ഇവനെ അല്ലെങ്കിൽ ഇത്രയും ശിക്ഷിക്കത്തക്കവണ്ണം എന്താ ഇവന്റെ ജീവിതത്തിൽ ഇവൻ ചെയ്തു കൂട്ടിയത്? കാരണം തനിക്കുണ്ടായിരുന്നത് മുഴുവൻ പോയി, തന്റെ സമ്പത്ത് പോയി, തന്റെ മൃഗസമ്പത്ത് പോയി, തനിക്കുണ്ടായിരുന്ന സകല കാര്യങ്ങളും തനിക്ക് നഷ്ടപ്പെട്ടു, തന്റെ പുത്രസമ്പത്ത് പോയി, തന്റെ ശരീരം പോയി, എല്ലാം പോയി. ഇതെല്ലാം പോയിരിക്കുന്നതിന്റെ നടുവിലും ഇതാ വീണ്ടും ഒരു ചുഴലിക്കാറ്റ്. എന്നാൽ ആ ചുഴലിക്കാറ്റിന്റെ നടുവിലോട്ട് ഞാനോ നിങ്ങളോ ഒന്ന് ചെന്ന് കയറിയിട്ട് ഇയ്യോബിനോടൊന്ന് ചോദിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇയ്യോബേ, ഈ ചുഴലിക്കാറ്റിനകത്തുനിന്ന് നിനക്ക് പുറത്തു വരാൻ താല്പര്യമുണ്ടോ? പുറത്ത് നിൽക്കുന്ന ഒരുവൻ പറയും, എങ്ങനെങ്കിലും പുറത്ത് വന്നാൽ മതിയെന്ന് വിചാരിച്ച് ഈ മനുഷ്യൻ കൈകാലിട്ട് അടിക്കുകയാണെന്ന് കരുതിയേക്കാം. പക്ഷെ ഇയ്യോബിനോട് ചോദിച്ചാൽ ഇയ്യോബ് പറയും, ഈ ചുഴലിക്കാറ്റ് മതി, ഇതിനകത്ത് നിന്നാ മതി, എനിക്കെന്നും പുറത്തു പോകണ്ട. കാരണം ചുഴലിക്കാറ്റിനകത്ത് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൈവമുണ്ട്. കാരണം ഈ ചുഴലിക്കാറ്റിന്റെ നടുവിൽ നിന്ന് യഹോവയായ ദൈവം അവനോട് അരുളി ചെയ്യുകയാണ്. അതായത് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവോട് ചോദിച്ചാൽ അവര് പറയും, ഞങ്ങൾക്ക് തീച്ചൂളയ്ക്കകത്തുനിന്ന് പുറത്തു പോകുകയും വേണ്ട. കാരണം തീച്ചൂളയുടെ പുറത്തു നിന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ കണ്ടുകൊണ്ടിരുന്നവരെ, ഹല്ലേലൂയ, ഇന്ന് പൂർണ്ണ രൂപത്തിൽ ഞങ്ങൾ തീച്ചൂളയ്ക്കകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തുമുണ്ട്, ഞങ്ങൾക്ക് തീച്ചൂള മതി. ഇയ്യോബിന് ചുഴലിക്കാറ്റ് മതി. കാരണം ഹല്ലേലൂയ, ഇയ്യോബിന് ദൈവത്തിന്റെ സാന്നിധ്യം ചുഴലിക്കാറ്റിനകത്തുണ്ട്. ഇയ്യോബിന് ദൈവത്തിന്റെ ശബ്ദം ചുഴലിക്കാറ്റിനകത്തുണ്ട്. ഇയ്യോബിന് ഹല്ലേലൂയ, സ്തോത്രം, ദൈവം കൊടുക്കുന്ന കൺവിക്ഷൻസ് ആ ചുഴലിക്കാറ്റിനകത്തുണ്ട്. ഹല്ലേലൂയ, ഇതെല്ലാം ഉള്ളിടത്തോളം കാലം ഒരു ദൈവമല്ലേ സംബന്ധിച്ചിടത്തോളം ഇത് മതിയേ, ഇത് മതിയേ എന്ന് പറയുവാൻ കഴിയും. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ നേരെ
തലമുറകളുടെ നേരെ, ശുശ്രൂഷകളുടെ നേരെ ഒക്കെ ചുഴലിക്കാറ്റുകൾ പലതും ആഞ്ഞടിച്ചപ്പോഴല്ലേ നാം വാസ്തവമായും ദൈവ സാന്നിധ്യം അനുഭവിച്ചത്. ചിലതൊക്കെ ചുഴറ്റി എറിഞ്ഞു കളയുന്നത് പോലെയുള്ള, ചിതറിച്ചു കളയുന്നത് പോലെയുള്ള അനുഭവങ്ങളാണെന്ന് ലോകം മുഴുവനും പറഞ്ഞതിന്റെ നടുവിലല്ലേ, തകരുകയാണെന്ന് ലോകം പറഞ്ഞതിന്റെ നടുവിൽ ഞാനും നിങ്ങളും പടിയപ്പെടുകയായിരുന്നില്ലേ? തീവ്രമാണെന്ന് ലോകം പറഞ്ഞതിന്റെ നടുവിൽ ഹല്ലേലൂയ സ്തോത്രം ഞാനും നിങ്ങളും തുടരുകയായിരുന്നില്ലേ? അവസാനിച്ചു പോകുന്നു എന്ന് ലോകം മുഴുവനും പറഞ്ഞിരുന്നതിന്റെ നടുവിൽ, അവസാനം കാണാൻ നോക്കിയിരുന്നതിന്റെ നടുവിൽ നമ്മിൽ ചിലതൊക്കെ ദൈവം ആരംഭിക്കുകയായിരുന്നില്ലേ? ഓർത്തു നോക്കി ദൈവത്തിന് സ്തോത്രം കരേറ്റിക്കും. ആ ദൈവസഭയുടെ നടുവിൽ ഒരു വലിയ പിളർപ്പുണ്ടായപ്പോൾ, വാഗ്വാദങ്ങൾ ഉണ്ടായപ്പോൾ, ചിലരൊക്കെ പിരിഞ്ഞു പോയപ്പോൾ, തീരുകയാണ് എന്ന് എല്ലാവരും കരുതിയതിന്റെ നടുവിൽ ചിലതിന്റെയൊക്കെ തുടക്കം ദൈവം കുറിച്ചില്ലേ? പറ ദൈവമക്കളെ. അനുഭവിച്ചവർ കർത്താവിനൊന്ന് സ്തോത്രം കരേറ്റി. ഹല്ലേലൂയ സ്തോത്രം. എന്റെയും നിങ്ങളുടെയും തലമുറകളുടെ ജീവിതം നോക്കി, സ്വഭാവം നോക്കി, അവർക്ക് വന്നു ഭവിച്ച മറ്റാർക്കുമില്ലാത്ത ചില പ്രതിസന്ധികളെ നോക്കി ഹല്ലേലൂയ നമ്മുടെ എന്തോ ജീവിതത്തിന്റെ കുറവുകൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് മറ്റു പലരും പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ നടുവിൽ ഹല്ലേലൂയ സ്തോത്രം നാം പോലും പ്രതീക്ഷിക്കാത്ത ചിലത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയായിരുന്നില്ലേ? അത്തരത്തിൽ ചുഴലിക്കാറ്റിന്റെ നടുവിൽ നിന്ന് യഹോവ ഇയ്യോബിനോട് അരുളി ചെയ്ത് ചോദിച്ച ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചോദ്യമാണ് നമ്മൾ വായിച്ചത്. എന്താണ് അവിടെ വായിച്ചത്? ഒത്തിരി കാര്യങ്ങൾ അതിന് മുകളിൽ പറയുന്നുണ്ട്. വിഷയത്തിലേക്ക് വരാൻ വേണ്ടി മുകളിലത്തെ വാക്യങ്ങളൊക്കെ വിട്ടിട്ട് ഹല്ലേലൂയ ഞാൻ ഓടി വരികയാണ് 13-ാമത്തെ വാക്യത്തിലേക്ക്. എപ്പോഴെങ്കിലും ഞാൻ ആ 13-ാമത്തെ വാക്യം നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എങ്കിലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക. നിന്റെ ജീവകാലത്തൊരിക്കലെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും അരുണോദയത്തിന് സ്ഥലമാദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ? എന്താണ് അതിന്റെ അർത്ഥം? അതായത് ഇയ്യോബേ, നീ ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ സൂര്യനെ കാണുന്നില്ല. ഒരു സീസണിൽ സൂര്യനെ കാണാൻ ഞങ്ങൾ രാവിലെ 8 മണി വരെ നോക്കിയിരിക്കണം. ഒരു സീസണിൽ കണ്ണു തുറക്കുന്നതിന് മുമ്പ് 5 മണിക്ക് മുമ്പ് 4 മണിക്കും സൂര്യൻ വന്ന് നമ്മളെ വിളിക്കും. അത്തരം ഒരു ദേശത്താണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്. പക്ഷേ ഒരിക്കൽ പോലും സൂര്യൻ ഇല്ലാത്ത ഒരു ദിവസം പോലും ഈ പ്രായത്തിനിടയ്ക്ക് ഉണ്ടായി. ഭൂമിയുടെ ഉൽപ്പത്തിക്ക് അല്ലെങ്കിൽ പുനഃസൃഷ്ടിക്ക് ശേഷം ഒരിക്കലേ അത് സംഭവിച്ചുള്ളൂ. എപ്പോൾ? യോശുവയുടെ കാലത്ത് സൂര്യാ നീ മേയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കാ എന്ന് ദൈവത്തിന്റെ ഹിതപ്രകാരം തന്റെ ദാസൻ പറഞ്ഞപ്പോ മാത്രമേ അത് നിന്നുള്ളൂ. പക്ഷെ ഇവിടെ ഇയ്യോബിനോട് ചോദിക്കുക, നീ എന്തെങ്കിലും രാവിലെ എഴുന്നേറ്റ് വന്ന് പ്രഭാതത്തോട് നിനക്ക് കൽപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ? സൂര്യ നീ ഉദിക്ക്, അത് ഇന്ന സ്ഥലത്ത് നീ ഉദിച്ചു വാ എന്ന് പറയേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല ഇയ്യോബേ. അങ്ങനെയാണെങ്കിൽ നിന്റെ കൈക്കുള്ളിൽ ഒതുങ്ങാത്ത, നിന്റെ ബുദ്ധിക്കുള്ളിൽ ഒതുങ്ങാത്ത, നിന്റെ കൽപ്പനയ്ക്കുള്ളിൽ ഒതുങ്ങാത്ത ഇത്രയും വലിയൊരു വിഷയത്തെ
ക്രമം തെറ്റാതെ ഞാൻ കൈകാര്യം ചെയ്യുന്നു എങ്കിൽ ഇയ്യോബേ, നിന്റെ ഈ കൊച്ചു ജീവിതത്തിന് വേണ്ടി, നിന്റെ ജീവിതത്തിനകത്തൊരു സൂര്യനെ ഉദിപ്പിക്കുവാൻ, നിന്റെ ജീവിതത്തിന്റെ അന്ധകാരം മാറ്റി പ്രഭാതം കൊണ്ടുവരുവാൻ, നിന്റെ ജീവിതത്തിന്റെ വേദനകൾ മാറ്റി അവിടെ സന്തോഷം കൊണ്ടുവരുവാൻ, നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറ്റി അവിടെ ഉല്ലാസം കൊണ്ടുവരുവാൻ, നിന്റെ ജീവിതത്തിന്റെ കരച്ചിൽ മാറ്റി വിലാപം മാറ്റി അതിനെ നൃത്തമാക്കുവാൻ എനിക്ക് കഴിയുകയില്ലയോ? നീ ഈ പ്രഭാതത്തിന് ഹല്ലേലൂയ സ്തോത്രം വേണ്ടി ഒരു കൽപ്പന കൊടുത്തിട്ടില്ല. സൂര്യൻ ഉദിക്കുവാൻ ഒരു സ്ഥലം നീ ആദേശിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതൊക്കെ ഞാൻ കൃത്യമായി ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്ന ദൈവം, the creator God is your father. ആ സർവശക്തനായ സൃഷ്ടാവായ ദൈവം നിന്റെ പിതാവാ, എന്റെ പിതാവാ. അല്ല, പുതിയ നിയമ ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്ന നിങ്ങൾക്ക് പറയാൻ കഴിയും, ഹല്ലേലൂയ, അവൻ എന്റെ ആത്മമണവാളന്. അവൻ എനിക്ക് വേണ്ടി കരുതാതിരിക്കും. വന്ന വഴികളൊക്കെ ഒന്ന് ഓർത്തി. ഞാൻ ഈ ആരാധനയുടെ പോക്ക് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ആ പാട്ടൂടെ പാടുമായിരിക്കുമെന്ന്. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ കരുതിയ നാഥ, നന്ദിയല്ലാതിന്നും എന്നും കരത്തിൽ വഹിച്ചവനേ, നന്ദിയല്ലാതിന്നും ഉള്ളം കരത്തിൽ വഹിച്ചവനേ. അല്ലേ? വന്ന വഴികളൊക്കെ ഓർക്കുമ്പോ എങ്ങനെ നന്ദി പറയാതിരിക്കാൻ കഴിയും? ഇതൊന്നും നാം ചെയ്യേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നാം പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ കർത്താവ് നമ്മളെ നടത്തിയെങ്കിൽ ഇനിയും നടത്താൻ വിശ്വസ്തനാണ്. സിസ്റ്ററെ, ഒത്തിരി കാലമായി പ്രാർത്ഥിക്കുന്നു, ഇതുവരെ നടന്നില്ല. പലതും നടക്കേണ്ടുന്ന സമയം അതിക്രമിച്ചെന്ന് പോലും തോന്നുന്നു. ഇല്ല, സൂര്യൻ ഉദിക്കാൻ തമ്പുരാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉദിച്ചിരിക്കും. അല്പനാൾ മേഘം കൊണ്ടോ അല്ലെങ്കിൽ ഈ ശീതം കൊണ്ടോ ശൈത്യം കൊണ്ടോ ഒക്കെ അല്പം ഒന്ന് താമസിച്ചെന്ന് തോന്നിയാലും സൂര്യൻ ഉദിച്ചിരിക്കും. വിന്ററിൽ ഞങ്ങൾക്കറിയാം, 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 8 ആകുന്നു, ഇതുവരെ സൂര്യൻ വന്നില്ലല്ലോ എന്നോർത്താലും അറിയാം 9 ആയാലും it has to come, it has to rise. കാരണം അതിന് കൽപ്പന കൊടുത്ത് അതിനെ നിർത്തിയിരിക്കുന്ന ദൈവം എൻ്റെ ദൈവം. ദാനിയേലിനോട് ചോദിച്ചതുപോലെ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന്റെ ദാസി ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ അടുക്കൽ വന്ന് ഇത് ചോദിക്കുന്ന ഒരു നാളുണ്ട് കേട്ടോ. നിന്റെ ദൈവത്തിന് നിന്നെ വിടുവിക്കാനും കഴിഞ്ഞുവോ? ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ വിടുവിക്കുവാൻ കഴിഞ്ഞുവോ? ഹല്ലേലൂയ. പെട്ടെന്നൊരു വാക്യം ഓർമ്മ വന്നത് കൊണ്ട് വായിക്കാം. ദാനിയേലിന്റെ അടുക്കൽ വന്ന് നിന്ന് ചോദിച്ച ആ രാജാവിന് പോലും ദാനിയേലിനെതിരെ എഴുതിയ രേഖ മായ്ക്കാൻ പറ്റിയില്ല കേട്ടോ, കഴിയില്ല തനിക്ക്. പക്ഷെ ഇയ്യോബ് വിളിച്ചു പറയുന്നു, 12:18 ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു, രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കുന്നു, അവരുടെ അരയ്ക്ക് കയർ കെട്ടും. രാജാക്കന്മാർ കെട്ടിയത് അവർക്കഴിക്കാൻ പറ്റത്തില്ലെങ്കിലും
രാജാക്കന്മാർ ബന്ധിച്ചതിനെ പോലും അഴിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ജോബ് ചാപ്റ്റർ 12:18 ഞാൻ വായിച്ചത്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇത് പറഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെ 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അത് മുദ്രയ്ക്ക് കീഴിലെ അരക്കുപോലെ മാറുന്നു. അതായത് സൂര്യൻ, ഭൂമി, തന്റെ സൃഷ്ടി എന്ന് പറയുന്നത് തന്റെ കൽപ്പനയാകുന്ന മുദ്രയ്ക്ക് കീഴിലെ അരക്കുപോലെയാണ് ഇരിക്കുന്നത്. The title of today's message is The Clay Under the Seal. മുദ്രയ്ക്ക് കീഴിലെ അരക്ക്. അതാണ് ഇന്നത്തെ വിഷയം. എല്ലാം മറന്നുപോയാലും ഇത് മറക്കരുത്. മുദ്രയ്ക്ക് കീഴിലെ അരക്ക്. The clay under the seal. ഒരു സീലിന്റെ പ്രത്യേകത എന്താ? സീൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മുദ്ര എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എക്സാമിന് പോയിരിക്കുക. പണ്ട് ഈ എന്റെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ പറയായിരുന്നു, ഇവള് ഭയങ്കര പഠിപ്പിസ്റ്റാണ്. ഇങ്ങനെ അന്നത്തെ ഒരു ഭാഷയായിരുന്നു. ഇപ്പൊ ഇനി എന്തോ അതിന് പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. എന്ത് ചെയ്താലും ഭംഗിയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാ, അതന്നും ഇന്നും. അപ്പോ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന പോലൊക്കെ ഞാൻ പഠിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ചയും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത്, സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ പാസ്റ്ററൽ കൗൺസിലിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എന്റെ പ്രോജക്റ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് ഇരിക്കുക ഞാൻ. I am 52. ഈ വർഷം 53 വയസ്സാകും. I'm still studying. എന്തുകൊണ്ടോ എനിക്ക് ഇഷ്ടമാണ് പഠിക്കാൻ. അപ്പോ അത് കാരണം ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. എഴുതാനുള്ള എക്സാം എഴുതാനുള്ള തത്രപ്പാടിലിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് എന്നിട്ട് ടീച്ചേഴ്സ് ഒരു ബ്രൗൺ എൻവലപ്പ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്യും. അപ്പൊ അതിന്റെ ഒരു കെട്ടൊക്കെ കാണും, കെട്ടൊക്കെ അഴിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്യും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിന്റെ മുകളിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലെ ഒരു സാധനം വെച്ചൊരു സീലുണ്ട്. ഓക്കെ, 2-3 ടീച്ചേഴ്സ് വന്ന് ഇവര് വന്ന് നോക്കും, ഈ സീല് ബ്രേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കും. സീല് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ, ആ പാക്കറ്റ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ വാസ്തവത്തിൽ മുദ്ര എന്ന് പറയുന്ന സംഭവം കണ്ടിട്ടുള്ളത്. നിങ്ങളൊക്കെ വേറെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഈ ഭാഗം വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു കാര്യം ഇതാണ്: മുദ്രയ്ക്ക് കീഴിലെ അരക്ക് പോലെ. അത് ഭൂമിയെ കുറിച്ച് ദൈവത്തിന്റെ കൽപ്പനയാകുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ അധികാരമാകുന്ന ആ മുദ്രയുടെ കീഴിലിരിക്കുന്ന ഒരരക്ക് പോലെ ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ദൈവം അവിടെ പറഞ്ഞിരിക്കുമ്പോൾ ആ ഒരു വാക്ക് മാത്രം അടർത്തിയെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ആക്കി തീർക്കാനായിട്ട് പോവുക. ഇന്ന് ഈ ദൂത് കഴിയുമ്പോൾ ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയണം: കർത്താവേ, മേക്ക് മീ ആസ് എ ക്ലേ അണ്ടർ ദ സീൽ. മുദ്രയ്ക്ക് കീഴിലെ അരക്ക് പോലെ എന്നെ ആക്കി തീർക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന ഈ ദൂത് കേൾക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ഇവിടെ ഈ മുദ്രയുടെ പ്രത്യേകത എന്താണ്? ഇപ്പോ ഈ മുദ്ര എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മുദ്ര ഉണ്ടാകുന്നത് എന്റെ അറിവ് ശരിയാണെങ്കിൽ, അരക്കെന്ന് പറയുന്ന ആ സാധനം, ഇറ്റ് ക്യാൻ ബി എ വാക്സ് ഓർ ക്ലേ ഓർ അത് എന്തോ മെറ്റീരിയൽ എന്ന് എനിക്ക് അറിയത്തില്ല. അരക്കെന്ന് പറയുന്ന ആ സാധനം അത് വളരെ കട്ടിയായിട്ടിരിക്കുന്ന ഒരു സാധനം. ഞാൻ പല അരക്കും കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഒരരക്ക് കോലരക്കെന്ന് പറയുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ട്. അതൊക്കെ ഉരുക്കിയൊക്കെ നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല പരീക്ഷണങ്ങളും കാണിക്കുമായിരുന്നു. എന്റെ കൂട്ടത്തെ അതൊക്കെ ഉരുക്കി നോക്കിയിട്ടുണ്ട്. ഭയങ്കര ഒരു പശ പോലെയുള്ള ഒരു സാധനം. അപ്പോ ഇത് മുദ്രയുടെ കീഴിലാകണമെന്നുണ്ടെങ്കിൽ ഈ സീല്, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഈ അരക്ക്, അത് കട്ടിയായിട്ട് എവിടെയെങ്കിലും ഇരുന്നാൽ
ഒരു പ്രയോജനമില്ല. അത് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അതിനെ വെറും അരക്ക് എന്ന് വിളിക്കാനേ പറ്റും. പക്ഷെ ഈ അരക്കിനെ മുദ്ര എന്ന് വിളിക്കണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ എ പ്രോസസ്. എന്താണ്? ഇത് ഉരുകണം. ഇവരിതിനെ കത്തിക്കുകയോ ചൂടാക്കുകയോ ചെയ്യും. ചൂടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ കത്തിച്ചതിന് ശേഷം ആ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ആ രാജാവിന്റെ എന്തിന്റെ മുദ്രയാണോ ഇതിന്റെ മേൽ പതിക്കേണ്ടത്, ഹല്ലേലൂയ സ്തോത്രം, ആ മുദ്ര ഇതിന്റെ മേൽ വെച്ച് ആ ഉരുകിയ അരക്കിന്റെ മേൽ വെച്ച് ഒരു പ്രസ്സിംഗ് എക്സ്പീരിയൻസിനകത്തോടും. When it cools down, then it is called as a seal. അത് തണുത്ത് കഴിയുമ്പോൾ അതിനെ പിന്നീട് ഒരിക്കലും അരക്കെന്ന് പറഞ്ഞ് ആർക്കും തള്ളിക്കളയാൻ പറ്റത്തില്ല. അതിനെ പിന്നെ മുദ്രയെന്നേ വിളിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ അതിനെ കണ്ടാൽ വെറും ചുരുണ്ടുകൂടി ഇരിക്കുന്ന ഒരു അരക്കല്ല, ഒരു കളറുള്ള ഒരു ചുമ്മാ ഒരു സാധനമല്ല, അത് വെറും ഒരു കളിമണ്ണല്ല, അത് വെറും ഒരു പശയല്ല, അത് ഏതെങ്കിലും ഒരു മരത്തിൽ നിന്ന് പൊട്ടി വന്ന അല്ലെങ്കിൽ അതിന്റെ കറയല്ല. അതൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെ നോക്കിയാൽ പറയും ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ, ഇത് US ഗവൺമെന്റിന്റെ, ഇത് ഈ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹല്ലേലൂയ സ്തോത്രം 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 ഇമേജ് ചുമക്കുന്ന ഹല്ലേലൂയ അതിന്റെ ഒരു 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 നിഴലായി നിൽക്കുന്ന, അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന, അതിന്റെ അധികാരം ഹല്ലേലൂയ സ്തോത്രം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു മുദ്രയാണിത്. This is no more a clay, this is no more a gum, this is no more a simple thing. This is a seal. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ഒരു പഴയകാല ചരിത്രം പറയുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവരൊക്കെ ഹല്ലേലൂയ ചവിട്ടിക്കളയാൻ സാധ്യതയുണ്ടായിരുന്ന ഈ അരക്ക്, മരത്തിൽ നിന്നെടുക്കുന്ന വസ്തുക്കളെ നമുക്ക് അരക്കായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതുണ്ട്. ഹല്ലേലൂയ. ആ വൃക്ഷം തീവ്രമായ വേദനയിലൂടെ കൊടും ചൂടിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അതിനകത്തുനിന്ന് പുറത്തു വരുന്ന ഈ കറയെടുത്തിട്ട് അതിനെ അരക്കായിട്ട് ഉപയോഗിക്കുന്ന ുണ്ട്. ഹല്ലേലൂയ. അത് കാട്ടിലാകാം, വഴിയിൽ കിടന്നു പോകാം, അങ്ങനെയൊക്കെ കിടന്ന് മിനക്കെട്ട് നിന്ന സ്ഥാനത്ത് നിന്ന് ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും തേടി എടുത്ത് കൊണ്ടുവന്ന ഹല്ലേലൂയ പരിശുദ്ധാത്മാവാകുന്ന തീക്കകത്തിട്ട് ചൂടാക്കിയതിന് ശേഷം ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെയും നിങ്ങളുടെയും മേൽ ഒരു മുദ്ര വന്നു വീണു, ഒരു മുദ്ര വന്നു വീണു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഒരു മുദ്ര, യേശു ക്രിസ്തുവിന്റെ നാമമാകുന്ന മുദ്ര, അവന്റെ വചനമാകുന്ന ഒരു മുദ്ര. ഹല്ലേലൂയ. ഇപ്പോൾ ആ അരക്കിനെ നോക്കിയാൽ അതിനോട് അരക്കെന്ന് പറയത്തില്ല. അതിന്റെ മേലുള്ള ഇമേജ് കാണുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം അത് പറയും ഇറ്റ് ബിലോങ്സ് ടു എ ഗവൺമെന്റ്, ഇറ്റ് ബിലോങ്സ് ടു എ കമ്പനി, ഇറ്റ് ബിലോങ്സ് ടു ഹല്ലേലൂയ somebody, ഇറ്റ് ബിലോങ്സ് ടു എ കിങ്. ഇതൊരു രാജാവിന്റെ സ്വന്തമാണ്, ഇതൊരു ഗവൺമെന്റിന്റെ സ്വന്തമാണ്, ഇതൊരു കമ്പനിയുടെ സ്വന്തമാണ്. ഹല്ലേലൂയ സ്തോത്രം. because it carries the image hallelujah of that seal. Hallelujah. Praise God. നാം വായിച്ചത് ഇയ്യോബിന്റെ പുസ്തകം 38-14 വാക്യം. അത് മുദ്രയ്ക്ക് കീഴിലെ അരക്കും. The seal under the clay. ഈ സീലിന്റെ പ്രത്യേകത എന്താണ്? This guarantee and authenticity. It validates a legal document. It carries an image. There is a government or an authority behind it. And on this, there is an imprint of a logo.
ഹല്ലേലൂയ. സ്തോത്രം. ഒറ്റ നോട്ടത്തിൽ ഇതിനെ കണ്ടാൽ, ഇതിനെ ഒരു അറിവുമില്ലാത്ത വ്യക്തിയാണെ പോലും അരക്കെന്ന് വിളിക്കില്ല. ഇതിനെ കണ്ടാൽ തന്നെ പറയും. ഇനി അത് ഏത് കമ്പനിയുടേതാണെന്ന് മനസ്സിലായില്ലെങ്കിലും പറയും ഇതൊരു മുദ്രയാണെന്ന് പറയും. ഇതിനെ ഒരിക്കലും ഇനി അരക്കെന്ന് വിളിക്കില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. The old is gone. ദൈവമക്കളെ, ഞാനും നിങ്ങളും ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. പരിശുദ്ധാത്മാവാകുന്ന ആ മുദ്രയ്ക്ക് കീഴിലെ ഒരരക്കായി മാറാൻ ഏൽപ്പിച്ചു കൊടുക്കാം. We have to go through a process. ഒരു പ്രോസസ്സിനകത്തൂടെ പോകേണ്ടി വരും. ഈ അരക്കായിട്ടിരിക്കുന്നിടത്തോളം കാലം ഇതിനൊരു ഫോഴ്സും ഇല്ല കേട്ടോ. പക്ഷെ ഈ അരക്ക് മുദ്രയാകാൻ ഏൽപ്പിച്ചു കൊടുത്താൽ അന്നേരം തുടങ്ങും തീയും ചൂടും. അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. വഴി നിന്നപ്പോഴും പ്രശ്നമില്ലായിരുന്നു, ആ കൂട്ടത്തിലായിരുന്നപ്പോഴും പ്രശ്നമില്ലായിരുന്നു, നാട്ടിലായിരുന്നപ്പോഴും പ്രശ്നമില്ലായിരുന്നു, ഒരു വിഷയങ്ങളും ഇല്ലായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നതാ. ദൈവമേ, ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ നിമിഷം മുതൽ തിളയ്ക്കുന്ന അനുഭവത്തിലൂടെ പോകാൻ തുടങ്ങി. സ്തോത്രം. ഒരുപക്ഷെ ലോകത്തിലെ ഒരു സീല് അല്ലെങ്കിൽ ആ ഒരു മുദ്ര ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഒത്തിരി ഇംപ്യൂരിറ്റീസ് ഒന്നും കളയേണ്ടി വരത്തില്ല. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം. If you and me wants to carry the seal of the kingdom of God, then all impurities should go. ഒരു അരക്കുരുകുന്നത് പോലെ ഉരുകിയാൽ മാത്രം പോരാ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ മുദ്രയേറ്റ് ദൈവവചനത്തിന്റെ അല്ലെങ്കിൽ ആ ക്രിസ്തുവിന്റെ ഭാവം ചുമക്കണമെന്നുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിന്ന് ഹല്ലേലൂയ, സ്തോത്രം, ഒത്തിരി കീടങ്ങൾ മാറേണ്ടതുണ്ട്. സോ ഒത്തിരി ഉരുകുന്ന അനുഭവം, ഒത്തിരി തിളയ്ക്കുന്ന അനുഭവം, തിളച്ച് വരുമ്പോൾ ഹല്ലേലൂയ, ഇതിനകത്തുള്ള അശുദ്ധിയെല്ലാം തിളച്ച് പൊങ്ങി വരും കേട്ടോ. അത് എടുത്ത് മാറ്റും. ഈ അശുദ്ധി ഒന്ന് എടുത്തു കളയാൻ വേണ്ടി ഒന്ന് കൂൾ ഡൗൺ ചെയ്യും, ഇടയ്ക്കൊന്ന് കൂൾ ഡൗൺ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ മേലിൽ നിന്ന് കത്തി കൊണ്ട് ചെത്തി മാറ്റുന്നത് പോലെ അങ്ങ് മാറ്റും. സ്തോത്രം. ഞാൻ വിശദീകരിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഇതുമായിട്ട് കോർത്തിണക്കി നമുക്ക് ചിന്തിക്കാൻ കഴിയും, അല്ലെ? സ്തോത്രം. പ്രൈസ് ഗോഡ്. സൂസനാന്റെ എന്നെ മെസ്സേജ് പറയാൻ വിളിക്കുമ്പോൾ ഒരിക്കലും എന്നോട് സമയം പറയാറില്ല. സോ ഞാൻ സമയം നോക്കത്തില്ല, ഈ മെസ്സേജ് തീരുമ്പോഴേ ഞാൻ അവസാനിപ്പിക്കത്തുള്ളൂ. അങ്ങനെയാണേ സൂസനാന്റെ? ഹല്ലേലൂയ, സ്തോത്രം. പഴയ നിയമത്തിലെ ഒരു വ്യക്തിയിലേക്ക് നമുക്ക് പോകാം. ഇരമ്യാ പ്രവാചകൻ. ഈ മുദ്രയ്ക്ക് കീഴിലെ അരക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് ഉരുകി ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഈ മുദ്രയുടെ കീഴിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഈ അരക്ക് ഈ മുദ്രയുടെ കീഴിലോട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ it doesn't have any other option other than to take the print, to take the image. ആ മുദ്രയിൽ പതിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മേൽ പതിയേണ്ടുന്ന ആ ഇമേജിനെ എന്നിലേക്ക് പതിപ്പിക്കാൻ അനുവദിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു വഴിയും മാർഗവും ഇല്ല. സ്തോത്രം. അതുകൊണ്ടാ സങ്കീർത്തനക്കാരനൊക്കെ വിളിച്ചു പറയും, നീ എന്നെ മുമ്പും പിമ്പും അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായി വെച്ചിരിക്കും.
ഈ മുദ്ര വന്ന് വീഴുന്നത് ഒരല്പം ഭാരമായി. ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ എ റിയൽ പ്രസ്സിങ് എക്സ്പീരിയൻസ്. അതിങ്ങനെ പ്രസ് ഡൗൺ ചെയ്യുന്ന ഒരു അനുഭവത്തിലൂടെ നമ്മൾ പോകേണ്ടി വരും. ബട്ട് ഹോൾഡ് ഓൺ, പിടിച്ചു നിൽക്കുക കേട്ടോ. കാരണം അത് നമ്മുടെ പേരിനെ മാറ്റുന്നതാ. അരക്ക് മാറി മുദ്രയാകുന്ന അനുഭവം. അത് നമ്മുടെ സ്ഥാനത്തെ മാറ്റുന്നത്. അത് നമ്മുടെ അധികാരത്തെ മാറ്റുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ഇതിന് ഒരു ഫോഴ്സ് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ബില്ലിനകത്തോട്ട് കയറിയൊന്നും ദൈവം പ്രവർത്തിക്കത്തൊന്നുമില്ല. ഇഫ് യു സബ്മിറ്റ്, ഇഫ് യു ഈൽഡ്, then God will work on us. നമ്മൾ സമർപ്പിച്ച് കൊടുത്താൽ ദൈവം നമ്മുടെ മേൽ നമ്മെ ഒരു മുദ്രയാക്കി മാറ്റും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, help our children to submit themselves, to be a clay under your seal. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മനഃപൂർവമായും അങ്ങയുടെ മുദ്രയുടെ കീഴിലിരിക്കുന്ന അരക്കുപോലെ സമർപ്പിക്കാൻ ഒരു കൃപ കൊടുക്കണേന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് വേറെ ഒരു ഓപ്ഷനില്ല. യിരെമ്യാ പ്രവാചകനെ പിടിച്ച് നോക്കിയാൽ ഇദ്ദേഹത്തിന് ഉദരത്തിലായിരുന്നപ്പോഴും ഈ ഓപ്ഷൻ നഷ്ടപ്പെട്ടയാൾ അല്ലെ. 1-ാം അധ്യായത്തിലേക്ക് പോയാൽ ജെറമയ ചാപ്റ്റർ 1 verse 5 എന്താ നമ്മളവിടെ വായിക്കുന്നത്? യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അതെന്തൊരു ജനനമായിരുന്നു. ഹല്ലേലൂയ. ഇത് ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന സംഭവമാണെങ്കിൽ ഞാനും നിങ്ങളും ദൈവരാജ്യത്തിന് മറഞ്ഞിരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്ത് തന്നെ അതേ പൗലോസേ, ഹല്ലേലൂയ, സ്തോത്രം, നീ ഈ എരിവോടുകൂടി ക്രിസ്തീയ സഭയെ കൊന്നു മുടിക്കുന്ന സമയത്ത് തന്നെ, ഹല്ലേലൂയ, ഞാൻ നിന്നെ അറിഞ്ഞതാ. ദൈവമക്കളെ, ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിക്കുകയും വളർത്തപ്പെടുകയും ഒക്കെ ചെയ്തതെങ്കിലും, ഹല്ലേലൂയ, മുറിവാക്യങ്ങൾ കൊണ്ട്, അങ്ങനെ തന്നെ പറയാൻ എനിക്കിഷ്ടം, വാക്യങ്ങൾ കൊണ്ട് ഒത്തിരി പേരെ മുട്ടുമടക്കിച്ച ഒരാളാണ്. ഓരോരുത്തരും സുവിശേഷം ഒന്ന് പൂർണ്ണമായി എന്നോട് പറയാൻ ഞാൻ അനുവദിക്കുമായിരുന്നു. ഞാൻ അന്ന് വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ഹല്ലേലൂയ, ആ പിതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ പിതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ വാദിച്ചു നിന്ന ഒരാളാണ് ഞാൻ. എൻ്റെ +2 കഴിയുന്ന സമയത്ത് ഒരിക്കൽ ഡൽഹിയിൽ ഒരു എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് തിരിച്ച് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരപ്പച്ചനും മോളും അവരുടെ ചർച്ചിലെ 2-3 പേരും ആ കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു. ഞാൻ ഇരിക്കുന്ന സീറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ. ഇവര് കയറിയപ്പോ മുതൽ കൈയടിക്കുന്നു, പാട്ടുപാടുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഡിസ്കഷൻ മുഴുവൻ ഇത്തരം കാര്യങ്ങളാണ്. ആ കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഞാൻ, വേറെ ആരുമില്ല. ബാക്കിയെല്ലാം ഇവരാണ്. അപ്പോ ആഭരണം ഒന്നും ഇല്ലാത്ത കാരണം എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി
ഇത് ഈ കൂട്ടരാണെന്നുള്ളത് മടിയിട്ട്. ആ അപ്പച്ചന് അന്ന് 79 വയസ്സുണ്ട്. ആ മനുഷ്യന്റെ മുഖമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കൊല്ലത്താണ് അവരുടെ വീട്. പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പച്ചന്റെ മകൾക്ക് മകളെ തിരിച്ച് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരികയാണ്. ഈ മഞ്ഞപ്പിത്തം ബാധിച്ച് തലപൊക്കാൻ വയ്യാത്ത പെങ്കൊച്ചു പോലും ഇവരെല്ലാരും കൂടെ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുമ്പോൾ ഈ കൊച്ചിന് എങ്ങും ഇല്ലാത്തൊരു ബലം ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ശരിക്കും അസുഖം ഉണ്ടെന്ന് പറയുന്നത് ചുമ്മാതാണ്. അന്ന് മനസ്സിലായില്ല, അന്ന് അറിയത്തില്ല. പക്ഷെ ഇദ്ദേഹവും അതിനകത്തുണ്ടായിരുന്ന 2-3 പേര് എൻ്റെ അടുത്ത് പല വട്ടം പലതും പറയാൻ ശ്രമിച്ചു. ഒരു പിടിയും കൊടുത്തില്ല. അന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ജയിച്ചെന്ന് കേട്ടോ. അന്ന് ഞാൻ കരുതി. പക്ഷെ ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുമ്പോൾ ഈ പ്രായമുള്ള മനുഷ്യൻ ആ ബോഗിയുടെ അവിടേക്ക് എൻ്റെ പെട്ടികളൊക്കെ ഇവർ തന്നെ എല്ലാം എടുക്കുന്നത്, എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരും, എല്ലാം ഇവരാ ചെയ്യുന്നു. എല്ലാം എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഒരു ബ്രദറാണ് എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് താഴെ വെച്ച് കൊടുക്കുന്ന. എൻ്റെ മമ്മി എന്നെ റിസീവ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഈ അപ്പച്ചൻ എൻ്റെ 2 കൈയും കൂടെ ചേർത്ത് അപ്പച്ചന്റെ കൈക്കകത്തോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ 2.5 ദിവസമായിട്ട് ഞാൻ നിന്നോട് വചനം പറയാൻ, യേശുവിനെ കുറിച്ചൊന്ന് പറയാൻ ശ്രമിച്ചു. അപ്പച്ച എനിക്കതൊക്കെ അറിയാം. അപ്പോഴും ഞാൻ പറയുവാണ്, അല്ല മോളെ, നിനക്കറിയാത്ത ചിലത് ഒന്ന് പറയാൻ ശ്രമിച്ചു. നീ എന്നെ അനുവദിച്ചില്ല. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, നീ എന്നെ അനുവദിച്ചില്ല. പക്ഷേ പിന്നീട് പറഞ്ഞ സെന്റൻസിന്റെ അർത്ഥം അന്ന് എനിക്ക് പിടികിട്ടിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇന്ന് മുതൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിന്നെ എന്നോടൊപ്പം ഞാൻ നിത്യതയിൽ കാണും. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാം? നിത്യതയിൽ ചെല്ലുമ്പോ അദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് എനിക്ക് സത്യമായിട്ട് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ നിശ്ചയമായും പ്രാർത്ഥിച്ചു. അതെ, അന്ന് എന്നെ അറിഞ്ഞൊരു ദൈവമുണ്ട്. നമ്മെ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ ഹല്ലേലൂയ നിയമിച്ചാക്കുന്ന ഒരു ദൈവമുണ്ട്. മുദ്രയ്ക്ക് കീഴിലെ അരക്കുപോലെ നമ്മെ അറിഞ്ഞ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ വിശുദ്ധീകരിച്ച് നിയമിച്ചാക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആ മുദ്ര ചുമക്കുവാൻ തക്കവണ്ണം എന്നെയും എന്റെ തലമുറകളെയും ദൈവമേ തിരഞ്ഞെടുക്കുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. കുറെ കാലം കഴിഞ്ഞപ്പോൾ യിരെമ്യാ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, യഹോവേ, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോകുകയും ചെയ്തു. നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു. ഞാൻ ഇടപെടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. ഇദ്ദേഹം പറയുക, നീ എന്നെ സമ്മതിപ്പിച്ചു, ഞാനങ്ങ് സമ്മതിച്ചു പോയി. മുദ്രയുടെ അടിയിൽ കയറിയ അല്ലെങ്കിൽ അരക്കാവുന്ന എനിക്കും നിങ്ങൾക്കും പലപ്പോഴും പറയാനുള്ളത് ഇതല്ലേ? എന്നെ സമ്മതിപ്പിച്ചു, ഞാനങ്ങ് സമ്മതിച്ചു പോയതാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം പുതിയ നിയമ വിശ്വാസികളായിരിക്കുമ്പോൾ ചുമക്കേണ്ടുന്നത്, അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്യാരി ചെയ്യേണ്ടത്, ചുമക്കേണ്ടത് ക്രിസ്തുവിന്റെ നിഴലാണ്. We are supposed to carry the image of Christ. ക്രിസ്തുവിന്റെ നിഴലിനെ ചുമക്കേണ്ടവരാണ്. പരിശുദ്ധാത്മാവിന്റെ മുദ്രയെ ചുമക്കേണ്ട. യേശു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 16-ന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. ഫോളോ മീ, എന്നെ അനുഗമിക്കാൻ. പക്ഷേ ഇവിടെ ഇതാ ധൈര്യത്തോടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, 1 Corinthians chapter 11 verse 1, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
താൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. എന്താണ് വിളിച്ചു പറയുന്നത്? എന്തൊരു ധൈര്യമായിരുന്നു അതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. ഹല്ലേലൂയ. വിളിച്ചു പറയുകയാണ്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകും. Follow me as I follow Christ, or imitate me as I imitate Christ. ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം എങ്ങനെയാണോ വഹിക്കുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ നിഴൽ എങ്ങനെയാണോ വഹിക്കുന്നത്, ഹല്ലേലൂയ, എനിക്ക് ക്രിസ്തുവിന്റെ മനസ്സുള്ളതുപോലെ, എനിക്ക് ക്രിസ്തുവിന്റെ ഹല്ലേലൂയ പ്രകൃതി ഉള്ളതുപോലെ, ഹല്ലേലൂയ, as I have the mind of Christ, as I have the nature of Christ, I have the attitude of Christ, എനിക്ക് ക്രിസ്തുവിന്റെ മനോഭാവം ഉള്ളതുപോലെ ഞാൻ ക്രിസ്തുവിന്റെ ഒരു മുദ്ര ഇരിക്കുന്നത് പോലെ ഹല്ലേലൂയ നിങ്ങളും ആയിരിക്കെ. ഞാൻ എന്തിനാ പൗലോസിനെ കൊണ്ടുവന്നറിയാമോ? അയ്യോ, ക്രിസ്തുവിനത് പറയാം, ഹല്ലേലൂയ, പലർക്കും പറയാം. പക്ഷേ ഹല്ലേലൂയ, പുതിയ നിയമ ദൈവസഭയുടെ നടുവിൽ ഒരു മനുഷ്യന് ധൈര്യത്തോടെ പറയാൻ, ഹല്ലേലൂയ, ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം ചുമക്കുകയാണ്. ഹല്ലേലൂയ, I have the imprint of Christ on me. എന്റെ മേൽ ക്രിസ്തുവിന്റെ ആ നിഴലുണ്ട്, എനിക്ക് ആ ക്രിസ്തുവിന്റെ ആർദ്രതയുണ്ട്, എനിക്ക് ആ ക്രിസ്തുവിന്റെ മനസ്സുണ്ട്, എനിക്ക് ആ ക്രിസ്തുവിന്റെ ഭാവമുണ്ട്, എനിക്ക് ആ ക്രിസ്തുവിന്റെ പ്രകൃതിയുണ്ട്. I have the mind of Christ, I have the affection of Christ, I have the nature of Christ, I have the attitude of Christ. Imitate me. ഹല്ലേലൂയ. മുദ്രയ്ക്ക് കീഴിലെ ഇറക്കുപോലെ, മുദ്രയ്ക്ക് കീഴിലെ ഇറക്കുപോലെ, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്തോത്രം കരത്തിന്റെ കീഴിൽ, അവന്റെ വചനത്തിന്റെ കീഴിൽ, പരിശുദ്ധാത്മ ശക്തിയുടെ കീഴിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യന് തന്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ലോകത്തോട് വിളിച്ചു പറയുവാൻ. ഹല്ലേലൂയ. എഫെസ്യ ലേഖനത്തിലേക്ക് പോയി. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 5:1 വായിക്കുന്നു, ആകയാൽ പ്രിയമക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിക്കാൻ പറഞ്ഞു. പക്ഷേ ഹല്ലേലൂയ, അന്ന് പറഞ്ഞു നിങ്ങൾ ദൈവത്തെ അനുകരിക്കണം. പക്ഷെ ഈ മനുഷ്യൻ പറഞ്ഞു അല്ല അല്ല, ഹല്ലേലൂയ, ഇന്ന് ക്രിസ്തുവിന്റെ എല്ലാം ചുമക്കുന്ന എന്നെ നിങ്ങൾ അനുകരിക്കാൻ. എനിക്ക് നിങ്ങൾക്കും പറയാൻ കഴിയും. ഹല്ലേലൂയ. ക്രിസ്തുവിനെ നിന്നയെ ചുമക്കാൻ, ക്രിസ്തുവിന്റെ ചൂടടയാളം വഹിപ്പാൻ. എന്നെയും നിങ്ങളെയും വേറൊരു വ്യക്തി കാണുമ്പോൾ ക്രിസ്തുവിനെ പോലെ are we reflecting Christ? Do I talk like Jesus speaks? Am I able to think like how he thinks? ക്രിസ്തു ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? യേശു ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സ്തോത്രം. പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തെ അനുകരിക്കണമെങ്കിൽ ആ മുദ്ര നമ്മുടെ മേൽ പതിയണമെന്നുണ്ടെങ്കിൽ നാം അവന്റെ പ്രിയ മക്കളായിരിക്കും, അല്ലെ? ആ പ്രിയ മക്കൾക്ക് മാത്രമേ അത് ചുമക്കാൻ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ക്രിസ്തു അവനെ ഇമിറ്റേറ്റ് ചെയ്യാൻ, അനുകരിക്കാനാ പറഞ്ഞതില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആ പ്രിയ മക്കളാകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, വായിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രിയമക്കളാകാനായിട്ട് കഴിയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ്. ആ മുദ്ര നമ്മുടെ മേൽ വീഴണമെങ്കിൽ, നാം ക്രിസ്തുവിന്റെ അനുകാരികളാകണമെങ്കിൽ അവനെ കൈക്കൊള്ളണം, അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. സിമ്പിൾ ഗോസ്പൽ.
ഇത് നിങ്ങളോട് പറയേണ്ടതല്ല എന്ന് എനിക്കറിയാം. പക്ഷെ അതാ അതിന്റെ തുടക്കം. അവിടെ തുടങ്ങിയാലേ നമുക്ക് ഈ പറഞ്ഞ അപ്പോസ്തോലൻ പറഞ്ഞ നിലവാരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയും. ഒരുപക്ഷെ നിങ്ങൾ എന്നോട് പറയുമായിരിക്കാം, ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങൾ അവിടെ തുടങ്ങിയവരാ. ഹല്ലേലൂയ, സ്തോത്രം. കൊലോസി ലേഖനത്തിലേക്കൊന്ന് പോയാലോ? കൊലോസി ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമെന്ന് നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ഞാൻ ആ വാക്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ മുദ്രയ്ക്ക് കീഴിലിരിക്കുന്ന അരക്ക്, ആ ഇമേജ്, ആ ക്രിസ്തുവിന്റെ നിഴൽ എങ്ങനെയാണ് പ്രാപിക്കുന്നതെന്നാ ഈ വാക്യങ്ങളിൽ പറഞ്ഞു. അവനെ കൈക്കൊണ്ടാൽ മാത്രം പോരാ, അവന്റെ നാമത്തെ വിശ്വസിച്ചാൽ മാത്രം പോരാ, അതിനകത്തു നിന്നൊരു വളർച്ചയുണ്ട്. പൂർണ്ണ പ്രസാദത്തിനായിട്ടുള്ള ഒരു വളർച്ച. കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞു വരുന്ന ഒരു വളർച്ച. അതാണ് നമ്മളെ ഈ മുദ്രയാക്കി മാറ്റുന്നത്. സ്തോത്രം. ആ അപ്പോസ്തല പ്രവൃത്തി നോട്ട്സ് എഴുതുന്നവർക്ക് എഴുതിയെടുക്കാൻ ഞാൻ എല്ലാ വാക്യം കൂടെ വായിക്കുന്നില്ല. അല്ലെങ്കിൽ ഫിലിപ്പിയ ലേഖനം 4:9, അപ്പോസ്തല പ്രവൃത്തികൾ 20:24, ഫിലിപ്പിയ ലേഖനം 4:1, 1 Corinthians 9:27. ഒരിക്കൽ കൂടെ വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4:1, 4:9, അപ്പോസ്തല പ്രവൃത്തികൾ 20:24, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9:27. ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ആ മുദ്രയായി മാറ്റപ്പെടാൻ കഴിയുമെന്നുള്ളത് നമുക്ക് അവിടെ പഠിക്കാൻ കഴിയും. ഞാൻ പെട്ടെന്ന് ഓടിപ്പോയത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ്. ഞാനും നിങ്ങളും ഈ മുദ്രയ്ക്ക് കീഴിലെ അരക്ക് പോലെ ഇരുന്ന് ആ നിഴലിനെ, ആ ഭാവത്തെ, ആ പ്രകൃതിയെ, ആ ക്രിസ്തുവിന്റെ നേച്ചറിനെ പ്രാപിച്ചാൽ നമ്മോട് അടുത്ത് വരുന്നവരെയും നമുക്ക് അങ്ങനെ ആക്കി മാറ്റാൻ കഴിയും. സ്തോത്രം. ഏറ്റവും നല്ല ഉദാഹരണം ഫിലമോൻ എഴുതിയ ലേഖനത്തിൽ കിടക്കും. സ്തോത്രം. താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവിടെ ഇതാ ഒരടിമയായ മനുഷ്യൻ തന്റെ യജമാനനെ കബളിപ്പിച്ച് അവനിൽ നിന്ന് കോപം വിളിച്ചു വാങ്ങി ശിക്ഷയ്ക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒനേസിമോസ്, ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ മുദ്രയായി സ്വർഗം വെച്ചിരിക്കുന്നത് എന്നെയും നിങ്ങളെ. ഇനി അത് ഈ ഒരു ഭാഗം മാത്രം ഇനി കട്ട് ചെയ്തൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. സ്തോത്രം. പരിശുദ്ധാത്മാവാകുന്ന മുദ്രയുണ്ട്, വചനത്തിന്റെ മുദ്രയുണ്ട്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ രക്തമാകുന്ന മുദ്രയുണ്ട്. പക്ഷെ ഇതെല്ലാം ചുമന്ന് നിൽക്കുന്ന ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ദൈവത്തിന്റെ ഒരു മുദ്രയാണ്. സ്തോത്രം. എന്റെയും നിങ്ങളുടെയും കൈക്കീഴിൽ തമ്പുരാൻ ഒനേസിമോസിനെ പോലെയുള്ള ചിലതിനെ കൊണ്ടുവന്ന് തന്നാൽ അവരുടെ മേൽ ഹല്ലേലൂയ ഈ മുദ്ര പതിപ്പിച്ച് അവരെ ആൾ മാറിയതുപോലെ ആക്കി മടക്കി വിടാൻ കഴിയുന്ന ഒരു അധികാരവും ശക്തിയും നമ്മുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അത് നാം മനസ്സിലാക്കിയിരിക്കണം.
ഹല്ലേലൂയ, സ്തോത്രം. ഇദ്ദേഹം പറയുകയാണ്, ഹല്ലേലൂയ, തടവിലിരുന്നപ്പോൾ ഞാൻ ജനിപ്പിച്ചവനാണെന്ന് 10-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ജനിപ്പിച്ചവനാണെന്ന് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അത് കഴിഞ്ഞിട്ട് പറയുന്നു 11-ാം വാക്യത്തിൽ പറയുന്നു, പ്രയോജനമില്ലാത്തവരായിരുന്നു, ഇപ്പൊ നല്ല പ്രയോജനമുള്ളവനാണ്. സ്തോത്രം. അവൻ എനിക്ക് പ്രിയനല്ല, പ്രാണപ്രിയനാണെന്ന് പറയും. സ്തോത്രം. പിന്നീട് പറയുകയാ, 17-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നെ പോലെ നീ അവനെ അങ്ങ് ചേർത്തോളാൻ. നീ എന്നെ എങ്ങനാണോ ചേർക്കുന്നത് അതുപോലെ. കുറച്ചുനാൾ ഈ മുദ്രയോട് ചേർന്നിരുന്നപ്പോൾ ആ അരക്ക് മുരുകി കേട്ടോ. ഹല്ലേലൂയ, ആ അരക്ക് മുരുകി, ആ അരക്കും ഉരുകി മുദ്രയായി മാറി, മുദ്രയായി മാറി, മുദ്രയായി. സിസ്റ്ററെ കേൾക്കുന്നില്ലല്ലോ. ഷീജ സിസ്റ്ററെ കേൾക്കുന്നില്ല. വീഡിയോ നെറ്റ് പോയതാ മമ്മേ, നെറ്റ് പോയതാ, അതുകൊണ്ടാ.